വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന ഇന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അറ്റൻഡറായിട്ടാണ് നിയമനം. ഇന്നലെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയെയും ഹർഷീന കണ്ടിരുന്നു. അനഘ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനഘ, ഗുഡ് മോർണിംഗ്. കാലത്തെ തന്നെ നല്ലൊരു വാർത്ത. നമുക്കറിയാം, ഹർഷീന വർഷങ്ങളായി, കുറേ നാളുകളായി ഒരു പോർമുഖത്തിലായിരുന്നു. അതിനൊടുവിൽ പുതിയ സർക്കാർ വന്ന ശേഷം ഹർഷീനയ്ക്ക് നീതിയും ലഭിച്ചിരിക്കുന്നു. എന്തായാലും ഇന്ന് ഒരു പുതിയ അധ്യായം ഹർഷീനയുടെ ജീവിതത്തിൽ തുടങ്ങുകയാണ്, അല്ലേ? തീർച്ചയായും ഏറെ നാളായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു ഹർഷനയും ഭർത്താവും നടത്തിയത്. 2017 ഈ മൂന്നാമത്തെ പ്രസവത്തിനിടയിൽ ഒരു ശസ്ത്രക്രിയ നടത്തുകയും ഇതിന് പിന്നാലെ ഈ വയറ്റിലൊരു കത്രിക കൊടുക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് 2022 ഒരു സ്വകാര്യ ലാബിൽ വെച്ച് നടത്തിയൊരു പരിശോധനയിൽ ഇത്തരത്തിൽ വയറ്റിൽ കത്രിക കുടുങ്ങിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുകയും പിന്നീട് തുടർച്ചയായിട്ടുള്ളൊരു നിയമ പോരാട്ടം തന്നെ ഹർഷനയും ഭർത്താവും അടക്കം നടത്തിയത്. പക്ഷേ നീതി ലഭിച്ചിരുന്നില്ല. 2 ഡോക്ടർമാരെയും അതുപോലെ തന്നെ 2 നഴ്സുമാരെയും പ്രതികളാക്കിക്കൊണ്ട് തന്നെ ഒരു കുറ്റപത്രമടക്കം സമർപ്പിച്ചിരുന്നെങ്കിലും ഇവർക്കെതിരെ മറ്റ് നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. മാത്രമല്ല, നഷ്ടപരിഹാരമടക്കം പ്രഖ്യാപിച്ചതുമില്ല. ഏതായാലും കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യവകുപ്പിനെ അടക്കം ഏറെ പ്രതിസന്ധിയിലാക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്തരത്തിൽ ഹർഷനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം. കഴിഞ്ഞ ഒരു സമരമുഖത്ത്, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിലടക്കം ഹർഷന 110 ദിവസത്തോളം സമരമടക്കം നടത്തിയിരുന്നു. ഇതിനെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള VD സതീശനടക്കം നടത്തിയത്. ഇതിന് പിന്നാലെയാണ് പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഇന്നലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെത്തി ഹർഷനെയും ഭർത്താവും VD സതീശനെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള K മുരളീധരനെയും അടക്കം കണ്ടത്. ഇതിന് പിന്നാലെയാണ് ഹർഷനയ്ക്ക് ആരോഗ്യവകുപ്പിൽ ജോലി ലഭിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നത്. ഹർഷനയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നുവെങ്കിൽ ഇതേ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഹർഷന ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. ഏതായാലും ഇന്ന് ഹർഷന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി ജോലിക്ക് ജോയിൻ ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും നിരന്തര പോരാട്ടം തന്നെയാണ് ഹർഷന നടത്തിയത്. അതായത് 5 വർഷങ്ങളോളം ഇത്തരത്തിൽ വയറ്റിൽ കത്രിക കുടുങ്ങിയതിൻ്റെ വേദന അനുഭവിച്ചു. പിന്നീടാണ് ഇത്തരത്തിൽ വയറ്റിൽ കത്രിക കുടുങ്ങിയതാണ് എന്ന് ഹർഷനയ്ക്ക് മനസ്സിലായത്. പക്ഷേ നിരന്തര നിയമ പോരാട്ടം അടക്കം നടത്തിയിട്ടും ഹർഷനയ്ക്ക് ഒരു നീതി ലഭിച്ചിരുന്നില്ല. ഹർഷനയെ പരിഹസിക്കുന്ന തരത്തിലുള്ള മറ്റു ചില കാര്യങ്ങളും അടക്കം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നലെ അത്തരത്തിൽ ഹർഷനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി വന്നിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്രിക മറന്നുവെച്ച് ഇതിൻ്റെ പേരിലാണ് ഹർഷന നിയമ പോരാട്ടം നടത്തിയതെങ്കിൽ അതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഓഫീസ് അസിസ്റ്റൻ്റായി തന്നെ ഹർഷന ജോലിയിൽ പ്രവേശിക്കുകയാണ്.